ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 20,000 റുപ്പീസിനകത്ത് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്നും പറഞ്ഞ ഒരു ഫോൺ ഇല്ല. ആക്ച്വലി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ മോഡൽസ് നോക്കുകയാണെങ്കിൽ ഐക്യൂൻ്റെ Z9 ഒക്കെയാണ്. അതൊന്നും ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിംസ് കളിക്കാൻ പറ്റിയ ഒരു ഫോണാണ് ഐക്യൂൻ്റെ Z9 ഒക്കെ. അതുപോലെ തന്നെയാണ് നത്തിങ് ആണെങ്കിലും OnePlus ആണെങ്കിലും. പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 26,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ നമ്മുടെ പോക്കോൻ്റെ X6 Pro എന്ന് പറയുന്ന ഡിവൈസാണ്. അതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ 90 FPS ഗെയിമിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതിന് മെയിൻ റീസൺ അതിൽ ഉപയോഗിക്കുന്ന ചിപ്സെറ്റാണ് Dimensity-യുടെ 8300 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. അപ്പോൾ അത്രയെങ്കിലും മിനിമം മുടക്കാത്ത നല്ലൊരു ഗെയിമിംഗ് ഫോൺ മേടിക്കാൻ പറ്റത്തില്ല. 25,000 രൂപ അല്ലെങ്കിൽ 25,500 രൂപയെങ്കിലും മിനിമം മുടക്കാണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 20,000 റുപ്പീസിന് നമുക്ക് നേരത്തെ നോക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷം ഈ ഒരു ടൈം പീരീഡിലൊക്കെ ഇറങ്ങിയ ഒരു കിടിലൻ ഡിവൈസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഇൻഫിനിക്സിൻ്റെ GT10 Pro എന്ന് പറയുന്ന ഡിവൈസ്. ആ ഒരു GT10 Proൻ്റെ പുതിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്, GT20 Pro എന്ന് പറയുന്ന ഡിവൈസ്. അതിൽ Dimensity-യുടെ 8300 Ultra എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അൾട്ര ആയാലും പ്രോ ആയാലും പെർഫോമൻസ് ഒക്കെ സെയിം ആയിരിക്കും. പക്ഷേ ഈ ഒരു ചിപ്സെറ്റ് എന്തായാലും കൊണ്ടുവരുന്നുണ്ട്, അതും കിടിലം പ്രൈസിങ്ങിലാണ്. ഏകദേശം 21,000 റുപ്പീസിന് ഈ ഒരു ഫോൺ ഇറങ്ങുന്നതായിട്ടൊക്കെയാണ് ലീക്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. ചിലപ്പോൾ ബാങ്ക് ഓഫറൊക്കെ വെച്ച് 20,000 രൂപയ്ക്കും ഈ ഒരു ഫോൺ ഇറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ബ്രാൻഡ് ഇൻഫിനിക്സ് ആണ്, അവരെന്തും ചെയ്യും. കാരണം നേരത്തെയുള്ള ഇൻഫിനിക്സ് GT10 Pro ഒക്കെ അടിപൊളി പ്രൈസിങ്ങിലാണ് കൊണ്ടുവന്നിരുന്നത്. ഇതും ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, കിടിലം പ്രൈസിങ് ആയിരിക്കും. ആ ഒരു ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് 90 FPS BGMI കളിക്കാൻ പറ്റും, ഗൻഷൻ ഇമ്പാക്റ്റ് കളിക്കാൻ പറ്റും, കോൾ ഓഫ് ഡ്യൂട്ടി എല്ലാ ഹെവി ഗെയിംസും കളിക്കാൻ പറ്റും, അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. അങ്ങനത്തെ കിടിലൻ ഗെയിമിംഗ് ഫോൺ തന്നെയാണ് GT20 Pro എന്ന് പറയുന്നത്. ബാക്കി സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അത്യാവശ്യം ഡീസൻറ്റ് ഫോൺസാണ്. അതായത് ഗെയിമിംഗ് ഫോണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നേരത്തെയുള്ള ഫോൺ പോലത്തെ ബിൽഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമും പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സൈബർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും ഇവിടെയും വരുന്നുണ്ട്. ആ ഒരു സൈബർ പങ്ക് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഡിസൈൻ, ഏകദേശം നത്തിങ് ഫോണൊക്കെ പോലെ തോന്നും. ആ ഒരു ടൈപ്പ് ഡിസൈനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ GT10 Proയിൽ വന്നിരുന്ന പോലത്തെ ലൈറ്റ്സും കാര്യങ്ങളും ഈ ഒരു GT20 Proയിലും കാണുന്നതായിരിക്കും. എക്സ്പെക്റ്റഡ് സ്പെസിഫിക്കേഷൻ ആണ്, ലീക്ഡ് സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ ആ ഒരു രീതി കണ്ടാൽ മതി. ഇതൊക്കെ എന്ന് പറയുന്നത് എന്തായാലും ഫോൺ വരുന്നുണ്ട്, ചിപ്സെറ്റും കൺഫേം ആണ്. പിന്നെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി, 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും 45 വാട്ട്സ് അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്. 5000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഇൻഫിനിക്സിൽ കണ്ട ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പിന് വലിയ ആൾക്കാർ കുറ്റമൊന്നും പറയുന്നില്ല. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഇൻഫിനിക്സ് ഡിവൈസുകൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഇവിടെയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, കാരണം ചിപ്സെറ്റും അടിപൊളിയായതുകൊണ്ട്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചോ 6.67 ഇഞ്ചോ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ സൈസുള്ള ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ തന്നെയാണ് 120 Hz കാണും, AMOLED ഡിസ്പ്ലേ ആയിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കാണാനുള്ള ചാൻസസും കൂടുതലാണ് ഈ ഒരു ഫോണെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പഞ്ചോൾ ക്യാമറ ആയിരിക്കും ഫ്രണ്ട് ഷൂട്ടർ വരുന്നത്. അങ്ങനെ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന GT10 Proയിൽ എന്താണോ കിട്ടിയിരുന്നത് അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അതായത് 108 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ വിത്ത് OIS, പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് മാക്രോ ഒക്കെ ആയിരിക്കും. ക്യാമറ പെർഫോമൻസിന് ഈ ഫോൺ എടുക്കണ്ടെന്നേ പറയത്തുള്ളൂ. ബെറ്റർ ഓപ്ഷൻസ് വേറെ ഉണ്ട്. ഇൻഫിനിക്സിൻ്റെ കളർ പ്രോസസ്സിങ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ബട്ട് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. നിങ്ങൾ 20,000 ഒരു ഫോൺ മേടിക്കാൻ പോകുന്നുണ്ട്, എനിക്ക് ഗെയിമിംഗ് ഫോൺ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതൊരു ലീക്ഡ് സ്പെസിഫിക്കേഷൻ വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലീക്സ് റൂമേഴ്സൊക്കെ വെച്ച് നല്ലൊരു ഫോൺ ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതൽ തന്നെയാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. പിന്നെ ബോക്സിനകത്ത് നമുക്ക് ചാർജറും എല്ലാ കാര്യങ്ങളും കിട്ടും. അഡീഷണൽ ആയിട്ട് ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബ്രാൻഡ് ഇൻഫിനിക്സ് ആയതുകൊണ്ട്. പിന്നെ പല ആൾക്കാരും ചോദിക്കുന്നതാണ് ഇൻഫിനിക്സിൻ്റെ സോഫ്റ്റ്വെയർ കൊള്ളത്തില്ല, സോഫ്റ്റ്വെയർ മോശമാണ്, ഇതാണെന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്നൊക്കെ. അപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഇൻഫിനിക്സിൻ്റെ സോഫ്റ്റ്വെയർ വെച്ച് വലിയ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. കാരണം ആഡ്സ് വളരെ കുറവാണ്, ബ്ലോട്ട്വെയർ ഇല്ല. 20,000 റുപ്പീസിനൊക്കെ ഇറക്കുന്ന സ്മാർട്ട് ഫോണിന് ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് കൊടുക്കാറില്ല. ശരിയാണ്, ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസ് വരാറുണ്ട്, ബട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. ഇൻഫിനിക്സിൻ്റെ 20K 30K ആ റേഞ്ചിലൊക്കെ ഉള്ള സ്മാർട്ട് ഫോൺസിൽ ഒക്കെ ആണെങ്കിൽ 30K ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് ഫോൺസിന് വലിയ സെയിലില്ല. ആക്ച്വലി 30K അവർ വിൽക്കുമ്പോൾ ടെക്നോയുടെ ബ്രാൻഡിങ്ങിലായിരിക്കും വരുന്ന മിക്ക സ്മാർട്ട് ഫോൺസും. ബട്ട് 20,000 റുപ്പീസിനൊക്കെ ഇറക്കിയ സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബ്ലോട്ട്വെയറും ആഡ്സും വളരെ കുറവ് തന്നെയാണ് ഈ ഒരു ഫോണിന്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഫോണിന് വരത്തില്ല എന്നൊന്നും എനിക്ക് ഉറപ്പുറയാൻ പറ്റില്ല.
വരത്തില്ല. ബട്ട് ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് നമുക്ക് അങ്ങനത്തെ കുറേ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കുറവായിരിക്കും. അതായത് ആഡ്സും ബ്ലോട്ട്വെയറും കാണത്തില്ല. പിന്നെ മദർ ബോർഡ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഫിനിക്സ് ഡിവൈസുകൾക്ക് പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ള രീതി വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. പിന്നെ എനിക്കൊരു റെക്കമെൻഡേഷൻ ഉള്ളത് സർവീസ് സെൻറ്റർ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുക. സർവീസ് സെൻറ്റർ ഉണ്ടോ, സർവീസിൻ്റെ ഓപ്ഷൻസ് ഒക്കെ അടുത്തുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ എടുത്താൽ മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ഇൻഫിനിക്സിൻ്റെ ഏത് ഡിവൈസ് ആയാലും, ഇൻഫിനിക്സ്, ടെക്നോ, ഐറ്റൽ, ഈ 3 കമ്പനി ഒരു കമ്പനിയാണ്. അതുണ്ടോ ഇല്ലേന്നൊന്ന് റിസർച്ച് ചെയ്യുക, എന്നിട്ട് മാത്രം ഈ ഫോൺസ് ഒക്കെ പർച്ചേസ് ചെയ്യുക. ബട്ട് ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ട്, 20K ഒരു നല്ല ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണും, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണുന്നതായിരിക്കും. അതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു പ്രൈസ് പോയിന്റിലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു ഫോണും വെച്ച് നമുക്ക് 20K നമ്മുടെ IQ ആയിട്ടൊക്കെ ഒന്ന് കമ്പാരിസൺ നടത്താം, അല്ലെങ്കിൽ അപ്പോൾ ലോഞ്ച് ആവുന്ന ലേറ്റസ്റ്റ് ഫോണായിട്ടൊക്കെ നമുക്കൊന്ന് കമ്പാരിസൺ നടത്താം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.